നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ 2021 മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തിരിച്ചെത്തിയത്. നമുക്കറിയാം, അന്ന് പരിശീലകനായിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്നത് ഒലെ ഗുണ്ണാർ സോൾഷ്യർ ആയിരുന്നു. പക്ഷേ പിന്നീട് മോശം പ്രകടനത്തെ തുടർന്ന് സോൾഷ്യർക്ക് തൻ്റെ പരിശീലക സ്ഥാനം നഷ്ടമാവുകയായിരുന്നു. പിന്നീട് വിവാദങ്ങളെ തുടർന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ തൻ്റെ സ്ഥാനം ക്രിസ്ത്യാനോ റൊണാൾഡോക്കും നഷ്ടമായി. അങ്ങനെ ഒരു ദുരന്തപൂർണമായ രൂപത്തിലാണ് ആ ഒരു ട്രാൻസ്ഫർ അവസാനിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് സോൾഷ്യർ ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത്, അന്ന് റൊണാൾഡോ തിരിച്ചു വന്നില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിനും ക്ലബിനും അത് നന്നായിരുന്നേനെ എന്നാണ് സോൾഷ്യർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. താരത്തെ പുറത്തിരുത്തിയതിനെ കുറിച്ചും സോൾഷ്യർ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ക്രിസ്ത്യാനോ റൊണാൾഡോയെ സൈൻ ചെയ്തു എന്നുള്ളത് ശരിയായ കാര്യം തന്നെയാണ്. പക്ഷെ അദ്ദേഹം സൈൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിനും ക്ലബിനും കാര്യങ്ങൾ കൂടുതൽ മികച്ച രൂപത്തിലാകുമായിരുന്നു. ക്രിസ്ത്യാനോ എന്ന താരം എല്ലാ മത്സരങ്ങളും കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രായമേറി എന്ന വസ്തുത തീർച്ചയായും അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അദ്ദേഹത്തെ പുറത്തിരുത്തി കഴിഞ്ഞാൽ അത് വളരെയധികം ദേഷ്യം പിടിപ്പിക്കും. അദ്ദേഹത്തിന്റെ സൈനിങ്ങോടുകൂടി സങ്കീർണതകളും ഉണ്ടായിരുന്നു. 3 മത്സരങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ പുറത്തിരുത്തിയപ്പോൾ അത് അദ്ദേഹത്തിന് പിടിച്ചിരുന്നില്ല. ഇതാണ് മുൻ യുണൈറ്റഡ് പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. യുണൈറ്റഡ് വിട്ട ക്രിസ്ത്യാനോ റൊണാൾഡോ പിന്നീട് സൗദി അറേബ്യയിലേക്കാണ് പോയത്. അവിടെ മികച്ച പ്രകടനം ഇപ്പോഴും റൊണാൾഡോ നടത്തുന്നുണ്ട്. കഴിഞ്ഞ കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. മാത്രമല്ല, ഈ സീസണിലെ ടോപ്പ് സ്കോററും അദ്ദേഹം തന്നെയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.